നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കാർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ 2025 മേടക്കൂറിൽ ജനിച്ച ആളുകൾക്ക് അനുഭവത്തിൽ വരുന്ന ഫലങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മേടക്കൂറ് എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം. ഞാൻ ഈ ഇംഗ്ലീഷ് വർഷത്തിൻ്റെ ഫലം പറയണില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ അതെന്താ പറയാത്ത, നമ്മളെ ചാനലിൽ മാത്രം അത് കാണില്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മേടമാസത്തിൽ വിഷുഫലം നന്നായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ളത് അത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ പൊടിപ്പും തൊങ്കലും വെച്ചിട്ടൊരു കാര്യം പറയുന്നതിൽ ഒരു രസമുണ്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാണ്ട് വിട്ടുപോയത്. നമ്മളായിരിക്കും ചിലപ്പോൾ ഏറ്റവും അവസാനം ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക. എന്നിരുന്നാലും നമ്മുടെ പ്രേക്ഷക സമൂഹം നമുക്കിപ്പോൾ ഏകദേശം 37,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. ഒരുവിധ ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണണോ, വിളിക്കണോ, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരാശ്വാസം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കുറേ ആൾക്കാരായി ഇങ്ങനെ വിളിച്ചു പറയുന്നു പുതുവർഷ ഫലം കാണാനില്ലോ. നമ്മളെ സംബന്ധിച്ചിട്ട് ഇതല്ല പുതുവർഷം, ചിങ്ങമാസത്തിലാണ് നമുക്ക് പുതുവർഷം. പിന്നെ നമ്മൾ മേടമാസത്തിൽ അതിൻ്റെ ഒരു ഫലം പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള കാര്യമല്ല. ഇനിയിപ്പോൾ നമുക്ക് ശരിമാറ്റം പറയണം, വ്യാഴമാറ്റം പറയണം, രാഹുകേതു മാറ്റം പറയണം, അത്ര അധികം കാര്യങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മൾ ജ്യോതിഷ ചർച്ചകൾക്കാണ് അധികം പ്രാധാന്യം കൊടുത്തു വരാറ്. എന്നിരുന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു 12 കൂറിൽപ്പെട്ട ആൾക്കാരും കാര്യങ്ങളും നമുക്ക് ഓരോ എപ്പിസോഡുകളായിട്ട് നമുക്ക് അവതരിപ്പിക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു വിശേഷം എങ്ങനെയാണെന്ന് നോക്കാം. രാഹു, കേതു, ശനി ഇതിൻ്റെയൊക്കെ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് അനുഭവത്തിൽ വരുന്ന ഫലങ്ങളാണ് കേട്ടോ ഏറെക്കുറെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജനുവരി മുതൽ വരുന്ന ഒരു ജനുവരി വരയ്ക്കുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയായിരിക്കും നോക്കാം. 2025 മെയ് മാസം 14-ാം തീയതി വരയ്ക്ക് മേടക്കൂറുകാർക്ക് വ്യാഴം 2-ലാണ് സഞ്ചരിക്കുക. അതിനുശേഷം 3-ലേക്ക് വരും. 2025 മാർച്ച് 29 വരയ്ക്ക് ശനി 11-ലാണ്. അത് വളരെ അനുകൂലമായിരുന്നു. അതിനുശേഷം മാർച്ച് 29 ശേഷം 12-ലേക്ക് വരും. 7-ര ശനി ആരംഭിക്കുകയാണെന്ന് സാരം. 2025 മെയ് 18 വരയ്ക്ക് രാഹു 12-ല്, കേതു 6-ല്. അതിനുശേഷം ഈ രാഹുകേതുക്കൾ രാഹു കുറച്ച് അനുകൂലമായിട്ട് വരും. രാഹു 11-ലേക്ക് വരും, കേതു 5-ലേക്കും വരും. അപ്പോൾ മൊത്തത്തിൽ നോക്കണ സമയത്ത് ഒരു ഗുണദോഷ സമ്മിശ്രാനുഭവമായിരിക്കും ഈ ഒരു വർഷം ഉണ്ടാവുക. എന്നിരുന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരും ചെയ്യാം. അപ്പോൾ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുമ്പോൾ ഗുണവും ദോഷവും ഇടകലർന്നിട്ടുള്ള ഫലങ്ങളാണ് എന്ന് സാരം. കാരണം ഇത് പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിക്ക് ഓരോ ജാതകമുണ്ട്. അതിൽ വിവിധ തരത്തിലുള്ളതായ ദശകളും അപഹാരങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. മാത്രമല്ല ഈ ചാരഫലം പറയണമെങ്കിൽ ജാതകത്തിൽ വിശദമായിട്ട് അഷ്ടവർഗം ഗണിച്ച് നോക്കി മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഭരണി നക്ഷത്രക്കാർ ഒരുപാടുണ്ട്, കാർത്തിക ഒരുപാടുണ്ട്. ഇവർക്കൊന്നും ഇപ്പോൾ 7-ര ശനി തുടങ്ങി പറഞ്ഞ് ചിലപ്പോൾ ദോഷമൊന്നും ഉണ്ടാവില്ല. വ്യാഴം അനുകൂലത്തിലാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ ജാതകത്തിലും അഷ്ടവർഗ ഫലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ അഷ്ടവർഗത്തിൻ്റെ സഹായം കൂടാതെ ഒരിക്കലും നമ്മൾ എന്ത് പറയാൻ പാടില്ല, ചാരഫലങ്ങളൊന്നും പറയാൻ പാടില്ല. നമ്മൾ പലതരത്തിലുള്ള പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊന്നും വിശ്വസനീയമല്ല എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. ഇനിയിപ്പോൾ ഞാൻ പറയണത് തള്ളിക്കളയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എന്നാലും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. 2025 പുതിയ ബന്ധുക്കളൊക്കെ വന്നു കൂടാനുള്ള സാധ്യതകൾ ധാരാളമാണ്. ബന്ധുഗുണം ധാരാളം ഉണ്ടാവുക. ബന്ധുഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബന്ധുക്കൾ വരിക എന്ന് പറയുമ്പോൾ വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു വരിക, ബന്ധുക്കളുടെ സഹായം ഉണ്ടാവുക, കുടുംബ സൗഖ്യം ഉണ്ടാവുക, സ്വജനങ്ങൾ നമ്മളിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നതായ സ്വജനാദികൾ, ഈ കലഹം മൂലം അസൂയ മൂലമൊക്കെ വേർപെട്ട് നിൽക്കുന്നതായ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അവരൊക്കെ വന്നുകൂടും. അതേപോലെ തന്നെ വ്യവഹാരങ്ങളിൽ വിജയം കാണുന്നുണ്ട്. കേസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ആൾക്കാർ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് വെച്ചാൽ അവർക്ക് ആ വ്യവഹാരത്തിൽ കേസിൽ വിജയം പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ സാധിക്കുന്നതാണ് കാണുന്നത്. വിദേശയാത്ര കാത്തിരിക്കുന്ന ആളുകൾക്ക് അതൊക്കെ സഫലമാവും. വിദേശത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ അതൊരു സഫലമാവുന്ന ഒരു കാലഘട്ടമാണ് 2025 ജനുവരി മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കാലഘട്ടങ്ങളിൽ. കർമ്മരംഗത്ത് പുരോഗതികൾ ഏറെ പ്രതീക്ഷിക്കാം. കാരണം 7-ര ശനി തുടങ്ങിയ വഴിക്കൊന്നും നമ്മളതിനെ ദോഷം ചെയ്യില്ല എന്ന് തന്നെയാണ് അതിൻ്റെ കാരണം.
പിന്നെ വ്യാഴം 3-ലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ദേഹാരിഷ്ടതകളൊക്കെ ധാരാളം വർദ്ധിക്കുക, ദേഹത്തിൽ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ചോളൂ. പ്രത്യേകിച്ച് തലയുമായി ബന്ധപ്പെട്ടിട്ടോ തല, കണ്ണ്, മൂക്ക് ഇതിനോടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലുമുള്ള ആൾക്കാരുണ്ട് വെച്ചാൽ വളരെയധികം ശ്രദ്ധിക്കണം. പലതരത്തിലുള്ളതായ അരിഷ്ടതകൾക്കും സാധ്യതകളുണ്ട്. ധന ദുർവ്യയങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ ചെലവുകൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അകാരണമായിട്ടുള്ള കലഹങ്ങൾ വർഷാന്ത്യം, അതായത് വർഷത്തിൻ്റെ അവസാനം ഒരു ഒക്ടോബർ മുതൽ ഡിസംബർ വരെയൊക്കെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് അകാരണമായിട്ടുള്ള കലഹങ്ങൾ. അപ്പോൾ ഒരു പക്ഷേ ഈ വന്നുകൂടിയിട്ടുള്ള ബന്ധുക്കളൊക്കെ ആയിട്ട് വീണ്ടും കലഹങ്ങൾക്കൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് വാക്കിൽ മിതത്വം പാലിക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ ആത്മാർത്ഥത കൂടുതലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരൊക്കെ വളരെയധികം ആത്മാർത്ഥത കൂടുതലുള്ള ആൾക്കാരാണ്. അവരെ ചിലപ്പോൾ ചതിക്കുമ്പോൾ അവർക്ക് പൊടുന്നനെ ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് വലിയ കലഹങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നോക്കിയും കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്വജന വിയോഗ ദുഃഖങ്ങൾ ഉണ്ടാവുക, സ്വന്തം വളരെ അടുത്ത ആളുകളുടെ വിയോഗ ദുഃഖങ്ങളെ കൊണ്ടുള്ള ഒരു വിഷമാവസ്ഥകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ദാമ്പത്യ സുഖഹീനതകളും കാണുന്നു. ദമ്പതിമാർക്ക് പരസ്പരം ആനുകൂല്യം ഇല്ലാതിരിക്കുക. അതേപോലെ തന്നെ അപ്പോൾ വിവാഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വിവാഹം ഉറപ്പിച്ചതിന് ശേഷമൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കൂടുതലുള്ള കാലമാണ്. ഒക്കെ വളരെ ശ്രദ്ധിച്ചും കണ്ടിട്ടൊക്കെ ചെയ്തോളൂ. അപ്പോൾ ഈ ദാമ്പത്യ സുഖഹീനതയൊക്കെ വരണത് ഏകദേശം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായിരിക്കും കേട്ടോ. ദാമ്പത്യ കലഹങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ളതായ സാധ്യതകൾ. അതേപോലെ തന്നെ മാതൃജന അരിഷ്ടതകളും, അമ്മയ്ക്ക് വയ്യാണ്ടാവുക പോലെയുള്ള കാര്യങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന മനോവ്യസനങ്ങളൊക്കെയാണ് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അനുഭവങ്ങളായിട്ട് വരുന്ന കാര്യം. അപ്പോൾ ഈ ശനിപ്പഴക്ക തുടങ്ങിയ കാരണം കൊണ്ട് ശാസ്താഭജനം നന്നായിട്ട് ചെയ്യുക. വ്യാഴം 3-ലേക്കാണ് ചാരവശാൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് വിഷ്ണുവചനം, തൃതീയ ബ്രഹ്മദോ ശിര എന്നൊക്കെയാണ്. ബ്രഹ്മാവിൻ്റെയൊക്കെ ശിരസ് പോയതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. എന്തായാലും നമ്മൾ ഈ ശനിമാറ്റവും വ്യാഴമാറ്റമൊക്കെ കൃത്യമായിട്ട് തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രേക്ഷകരുടെ മുൻപിലെത്തും. രാഹുകേതു മാറ്റം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തും കേട്ടോ. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ശനിയുടെ ദോഷം വരുന്ന ആളുകൾക്കൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് ദോഷം വരുന്ന നക്ഷത്രക്കാരെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. കേൾക്കാത്ത ആൾക്കാർ അതെല്ലാം കേൾക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കൂടുതൽ ആളുകളിലേക്ക് ഇതൊക്കെ എത്തിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത്തരം പ്രൊഡക്ഷൻസ് എല്ലാം നമ്മളുടെ ഇത്തരം കാര്യം പറയുമ്പോൾ അതൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യത 80% കാര്യങ്ങളെ പറയാവൂ. വലിച്ചു വാരി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളാകെ അപകടങ്ങളാവും. പിന്നെ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് അവനവൻ്റെ ഗ്രഹനിലയ്ക്ക് ഒന്ന് വിലയിരുത്തി ഓരോ ജാതകക്കാർക്കും ഓരോ തരത്തിലാണ് ഫലങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങളും ചെയ്യണം. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം. പിന്നെ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ദശയിലും അപഹാരത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു പൂർണ്ണഫലത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംവദിക്കാനുള്ളതായ ഇന്നത്തെ വിഷയം. അടുത്ത ഭാഗത്തിൽ നമുക്ക് ഇടവക്കൂറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.